ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു 6:05 നമ്മൾ വർക്കിന് ഇറങ്ങുന്നത്. അങ്ങനെ ഊബർ ഓണാക്കിയപ്പോൾ ഊബറുകാർ ഫസ്റ്റ് തന്നെ നമ്മളെ സെൽഫി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഊബർ ഓണാക്കി. പിന്നെ റാപ്പിഡോയും യാത്രയൊക്കെ ഓണാക്കി നമ്മളെ വണ്ടി ഇവിടെ കോൾഡ് സ്റ്റാർട്ടിങ്ങിൽ നിർത്തിയിട്ട് കേട്ടോ. അങ്ങനെ കോൾഡ് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഫസ്റ്റ് മാച്ച് ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അക്സെപ്റ്റ് ആയി. നമ്മുടെ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ 2 ഹിന്ദിക്കാരായിരുന്നു. ഇന്ന് രാവിലെ തന്നെ മഴ പെയ്തിക്കണമെന്ന് തോന്നണം കേട്ടോ. അതൊഞ്ഞ് മഞ്ഞ് ചാടിക്കാൻ എന്താ അറിയില്ല, ചെറിയ മഴത്തുള്ളികളൊക്കെ ഗ്ലാസ്സിലുണ്ട്. മഹാദേവ് കേട്ടോ നമ്മളെ കസ്റ്റമറുടെ പേര്. അങ്ങനെ നമ്മളെ CNG ഇന്നലെ 135 കിലോമീറ്ററാണ് ഓടിയത്. ഒരു 3 തട്ടിമ്പാട് ബാലൻസ് ഉണ്ട്. ബിയിൽ 156 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ 0 ആക്കിയിട്ട് നേരെ നമ്മളെ മഹാദേവിനെ പിക്ക് ചെയ്യാൻ പോയി. അത് നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലാട്ടോ ഡ്രോപ്പ് ചെയ്യാണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ഡ്രോപ്പ് ചെയ്തു. 195 രൂപ ഇട്ട് നമുക്ക് ഫസ്റ്റത്തെ ഏണിങ്സ് കിട്ടിയത്. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു എയർപോർട്ടിലേക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, ടെർമിനൽ 3യിലേക്ക്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ 151-75 ക്യൂ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും അവിടെ നിൽക്കുന്നില്ല. പിന്നെ നമ്മൾ അറിയുന്ന ആൾക്കാരൊന്നും അവിടെ ഇല്ല. വിളിച്ച് നോക്കിയപ്പോൾ ഇന്നൊരു 3-4 ഫ്ലൈറ്റ് ഒക്കെ അവിടെ കാണുന്നുണ്ട് കേട്ടോ. ഒന്ന് നല്ല തിരക്കുണ്ടോന്നു. പിന്നെ അവിടുന്ന് അങ്ങനെ പുറത്തിറങ്ങി നമ്മൾ അത്താണി പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത്താണിയിൽ എത്താൻ നേരത്തെ നമുക്ക് അത്താണി ജംഗ്ഷനിൽ നിന്ന് ഒരു പിക്കപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ നോർത്ത് പറവൂരിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അങ്ങനെ അത് അവിടെ ഡ്രോപ്പ് ചെയ്തു. 520 രൂപയുടെ ട്രിപ്പ് ആയിരുന്നു കേട്ടോ, ടോട്ടൽ ക്യാഷ് കളക്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ CNG കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. CNG ഒരു പുള്ളിമ്പാട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടുന്ന് CNGൻ്റെ പമ്പ് നോക്കിയപ്പോൾ അവിടുന്ന് ഒന്ന് കൊടുങ്ങല്ലൂരാണ് കാണുന്നത്, പിന്നെ ഒന്ന് കാണുന്നത് നമ്മളെ പറവൂർ ജംഗ്ഷൻ്റെ അവിടെയാണ്. അപ്പോൾ 2 പമ്പും ഏകദേശം സെയിം ദൂരം തന്നെ ആയിരുന്നു. അപ്പോൾ പിന്നെ കൊടുങ്ങല്ലൂർ ഭാഗത്ത് പോയ ട്രിപ്പൊന്നും അടിക്കൂല. അപ്പോൾ പിന്നെ നമ്മൾ എറണാകുളം ഭാഗത്തുള്ളത് ഈ നോർത്തിലുള്ളതാണ്. ഏകദേശം ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ദൂരം. പിന്നെ ഏതായാലും നമുക്ക് CNG ആവശ്യമുണ്ടല്ലോ. അപ്പോൾ പിന്നെ നേരെ അവർക്ക് കാലടിച്ച് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്ന വഴിക്ക് നല്ലൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് വണ്ടി സൈഡാക്കി. നല്ല പൊറാട്ടയും ചിക്കൻ കറിയും കഴിക്കാമെന്നായിരുന്നു മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ അവിടെ പൊറാട്ട ഉണ്ട്, ചിക്കൻ കറി ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളെ മനസ്സിലുള്ളത് ഒഴിവാക്കിയിട്ട് ഇടിയപ്പം മുട്ടക്കറിയാണ് കഴിച്ചത്. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഊബർ ഓണാക്കി. കുറച്ചെണ്ണം പോകുന്നപ്പോൾ തന്നെ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അമൃത ഹോസ്പിറ്റലിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ട്രിപ്പ് എടുത്തു. ഇവിടെ എത്തിയപ്പോഴേക്ക് നമ്മൾ CNG കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പോരുന്ന വഴിക്ക് ഒരു 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ധൈര്യത്തിന്. അങ്ങനെ നമ്മൾ അമൃത ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള CNG പമ്പിൽ നിന്ന് ഒരു ഫുൾ ടാങ്ക് CNG അടിച്ചു. കഴിഞ്ഞ 7 നമ്മൾ ഓടിയത് 228 കിലോമീറ്റർ ആട്ടോ. അത് കുറച്ച് പെട്രോളിൽ ഓടിയിട്ടുണ്ട്. ഫ്യൂൽ അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് ഊബറിൽ അടുത്തൊരു ട്രിപ്പ് അടിച്ചു. അത് നമ്മളെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്നാണ് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്ക് തിരിച്ചാണ്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 450 രൂപയുടെ ട്രിപ്പായിരുന്നു. അപ്പോൾ റിട്ടേൺ പാട് കിട്ടിയപ്പോൾ നല്ലൊരു എമൗണ്ട് ആയി. അങ്ങനെ ഒരു 1:40 ആയപ്പോൾ നമ്മൾ ആളെ ഡ്രോപ്പ് ചെയ്തു. നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഊബർ റാപ്പിഡോ ഓണാക്കി. അങ്ങനെ അതിനുശേഷം ഒരു 1-2 ട്രിപ്പ് ഓടിയതിനു ശേഷം നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ കൂനമ്മാവിൻ്റെ അവിടെ നിന്ന് കുറച്ച് അകത്തേക്ക് കയറിയിട്ടായിരുന്നു. അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്തപ്പോഴേക്കും നമ്മൾ റാപ്പിഡോയിൽ റീചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ സാധാരണ ചെയ്യണ പോലെ 81 രൂപയുടെ റീചാർജും ചെയ്തു. അങ്ങനെ പിന്നെ അവിടുത്തെ ഒരു ജംഗ്ഷനിൽ തന്നെ ഒരു അൽഫാമും പൊറോട്ടയും കഴിച്ചിട്ട് ഒരു 4:45 സമയപ്പോൾ നമ്മൾ വീണ്ടും ഊബർ ഓണാക്കി. അങ്ങനെ അതിനുശേഷം നമ്മൾ 2-3 ട്രിപ്പും കൂടി ഓടിയതിനു ശേഷം ഒരു 7:15 സമയപ്പോൾ നമ്മൾ റൂമിലേക്ക് എത്തി. ഇന്നിപ്പോൾ നമ്മൾ ടോട്ടൽ ഊബറിൽ ഓടിയത് 1850 രൂപ കേട്ടോ, 8 ട്രിപ്പ്. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ എത്ര ഉള്ളൂ. പിന്നെ ഏതായാലും നാളെ പാക്കലാം.